നമസ്കാരം, അമൃതാണ്. ഡെയിലി ഡീൽസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ നിന്ന്, ഡെയിലി ഡീൽസ് 365 എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണത്. ഞാൻ അധികം കേട്ടിട്ടുള്ളൊരു വെബ് സ്റ്റോർ അല്ല, അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ആശങ്കകളുണ്ടായിരുന്നു. പക്ഷെ അവർ സെല്ല് ചെയ്യുന്ന പ്രൈസ് ഭയങ്കര വർത്തായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചയക്കാമല്ലോ. അപ്പോൾ ആ ഒരു ട്രസ്റ്റിലാണ് ഇത് വാങ്ങിച്ചത്. ആക്ച്വൽ കോസ്റ്റ് 3000+ ഉണ്ട്. ഇപ്പോൾ ആമസോണിലും എല്ലായിടത്തും. ഇതൊരു പവർ ബാങ്ക് ആണ്, മാക്സേഫ് പവർ ബാങ്ക് ആണ്. അപ്പോൾ ഈ ഡെലിവറിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേട്ട കാലത്ത് ഞാനൊരു കമൻറ്റ് പറഞ്ഞിരുന്നു. ഇ-കോമേഴ്സ് സ്റ്റോഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെലിവറി സർവീസാണ് ഈ ഡെലിവറി. അപ്പോൾ നമുക്കായിരുന്നാലും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് സെല്ല് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എവിടെന്നെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ഓർഡർ ചെയ്ത് അവരവിടെ ചെന്ന് കളക്ട് ചെയ്ത് നമുക്ക് ഇനി കൊണ്ട് എത്തിച്ചേരും. അപ്പോൾ അതൊരു ഭയങ്കര പോയിന്റ് ടു പോയിന്റ് സർവീസ് എനിക്ക് ഭയങ്കര വർത്തായിട്ട് തോന്നി. സോ ഞാൻ അന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ആക്ഷനാണ് ഇപ്പോൾ ഈ സംഭവം. പിന്നെ പാർസലിങ്ങിൻ്റെ റേറ്റ്സ്, കൊറിയർ റേറ്റ്സ് ഒക്കെ കുറച്ച് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഈ പോയിന്റിൽ തന്നെ പോയി ഈ സാധനം അവർ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു നല്ല സർവീസാണ്. വാട്ടർ ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ചെടുക്കാത്ത പാടാണെന്നുണ്ടെങ്കിലും സാധനത്തിനൊരു പ്രശ്നങ്ങളും വരത്തില്ല. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഒരു ആശ്വാസമായത്. ശരിക്കും നല്ലപോലെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു മാക്സേഫ് പവർ ബാങ്ക് ആണ്. മാക്സേഫ് കോമ്പാറ്റബിൾ. ഒരു വെബ്സൈറ്റിൽ 12 മിനിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പണി പാളാതിരുന്നാൽ മതിയായിരുന്നു. ഇതാരും അൺബോക്സ് ചെയ്തിരിക്കുന്നു. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനൊക്കെയാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ദാറ്റ് മീൻസ് എൻ്റെ കയ്യിൽ വർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ സൈസൊക്കെ കണ്ടിട്ട് കുറച്ച് കറക്റ്റ് സൈസായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, വെച്ച് നോക്കട്ടെ. കറക്റ്റ് ഫിറ്റാണ്, അറിയാം. യെസ്, വാവ്, നൈസ്. അപ്പോൾ കൊള്ളാം പരിപാടി. ചാർജ് ഇല്ല, ചാർജ് ചെയ്യണം. സോ ഇറ്റ്സ് 100% വർത്ത് ഫോർ 2500. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് ഏതാണ്ട് 3+ ആണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ 3+ കണ്ടത്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബെറ്റർ പ്രൈസാണ്. ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ശരിക്കും ഒരു ആപ്പിളിൻ്റെ തന്നെ പ്രോഡക്റ്റ് പോലെ നമുക്ക് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. മാക്സേഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റിങ്, സി ടൈപ്പ് ചാർജിങ്, ഇപ്പോൾ ഫാസ്റ്റ് ചാർജറും കൂടെയാണ്. ഇതിൻ്റെ സി ടൈപ്പ് ചാർജിങ് കേബിളുണ്ട്. ആരോ അൺബോക്സ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ബെൽക്കിൻ്റെ ചാർജർ ശരിക്കും നല്ല ക്വാളിറ്റി സ്റ്റഫാണ്. ഞാൻ ഇതിന് മുമ്പ് ബെൽക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 1-2 പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റഫാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഈ കേബിളൊക്കെ കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ്. എനിക്ക് തോന്നുന്നു ആപ്പിൾ തന്നെ അപ്രൂവ് ചെയ്തിട്ടുള്ള ചാർജേഴ്സൊക്കെ ആണിത്. ഇത് കോമ്പാറ്റബിലിറ്റി വന്നിട്ട് 13 Pro Max വരെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വേർഷൻസിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് അറിയത്തില്ല. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ചെക്ക് ദിസ് പെർട്ടിക്കുലർ വെബ്സൈറ്റ്, അതായത് ഡെയിലി ഡീൽസ് 365. എങ്ങനെ വരുന്നാലും ഒരു 700-800 റുപ്പീസ് ലാഭമുണ്ട്. എന്തായാലും ഇതിന് ചാർജ് ചെയ്ത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യാം. ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ല. ബെൽക്കിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ 100% വർക്ക് പ്രോഡക്ട്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കൂടുതൽ ഡീറ്റെയിൽഡോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത് ശരിക്കും ചാർജ് ആവുന്നുണ്ട്, അങ്ങനെ കാണിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളത്. എനിക്ക് തോന്നുന്നു ആപ്പിളിൻ്റെ ഡിവൈസിൽ മാത്രമേ ചാർജിങ് കാണിക്കത്തുള്ളൂ. സി ഇറ്റ്സ് ചാർജിങ് ആക്ച്വലി. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 12 മിനിയിൽ ഞാൻ ഫേസ് ചെയ്ത ഒരു ചെറിയ മൈനർ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത് ബാറ്ററിയുടെ ഒരു ഇഷ്യൂ ആണ്. ഇഷ്യൂ അല്ല, എനിക്ക് 1 ഡേ ഫുൾ കിട്ടുന്നുണ്ട്. ഈവൻ അതിൻ്റെ ഇടയിൽ അത്യാവശ്യം കുറച്ച് ഷോർട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. നമ്മൾ ഈ ചെറിയ കടകളൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ഒക്കെ റിവ്യൂ ചെയ്യാമെന്നൊക്കെ ഉദ്ദേശിച്ച്, അപ്പോൾ അത് ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ബാറ്ററി ഒരു ബാക്കപ്പും കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാകുമ്പോഴത്തേക്ക് ഒരു എക്സ്ട്രാ 1 മോർ ഫോണിൻ്റെ ഒരു ചാർജും കൂടെ നമുക്ക് ചാർജ് ചെയ്ത് കിട്ടും. സോ ആ ഒരു ഉദ്ദേശത്തിൽ വാങ്ങിച്ചതാണ്. ഇറ്റ്സ് വർത്ത് ഡീൽ. അപ്പോൾ എന്തായാലും അടുത്ത നമുക്കൊരു ഇതുപോലുള്ള ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.